ഏതാ എന്തോ എന്നെ എടുക്കാനാ? ഇത് ഇന്ന് വിറ്റ വാഴച്ചുണ്ട് വാഴക്കൂമ്പിൻ്റെ പുറത്തെ പോള പൊളിച്ചു കളഞ്ഞാണ്. നമ്മൾ വീട്ടിലാവശ്യത്തിന് എടുക്കുന്നു, അയൽപ്പക്കത്തൊക്കെ കൊടുക്കുന്നു. അപ്പം അതിലും കൂടുതലുള്ളത് വിൽക്കുക. അപ്പോൾ ഈ പുറത്തെ ഈ പോള കുറച്ച് 1-2 വെച്ച് പൊളിച്ച് കളഞ്ഞിട്ടാണ് കൊണ്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് പശുവിന് കൊടുക്കാം. ഈ ചെത്തിയേക്കുന്ന തീറ്റയിൽ അടിയിൽ മാത്രമേ നമുക്ക് വളർത്ത് പുല്ലുള്ളൂ. ബാക്കി മേളിലുള്ളത് സാധാരണ കാടും പിന്നെ ഈ തൊട്ടാവാടിയും മുള്ളും അങ്ങനെയുള്ളത് കൂടെയാണ്. ഇവിടെ പുല്ല് വളർത്തൽ കുറവായതുകൊണ്ടാണ് ഇതെല്ലാം ചെത്തി കൊടുക്കുന്നത്. ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കൈത അല്ലെങ്കിൽ പൈനാപ്പിളിൻ്റെ ലീഫ് അതും കൂടെ ചേർത്ത് എല്ലാം കൂടെ അരിഞ്ഞ് ഒന്നിച്ചാണ് പശു കൊടുക്കുന്നത്. അപ്പം ഈ സാധാരണ ഈ കാടും പിന്നെ തൊട്ടാവാടിയും ഇതെല്ലാം വെറുതെ കൊണ്ടിട്ട് കൊടുത്താൽ വലിച്ചു കളയത്തുള്ളൂ. പക്ഷെ മറ്റു തീറ്റയുടെ ഒപ്പം ചേർത്ത് പിന്നെ കൈതപ്പോളയും ചേർത്ത് അരിഞ്ഞു കൊടുക്കുന്നതുകൊണ്ട് മുഴുവൻ തിന്നും. അപ്പം അതിൻ്റെയൊക്കെ ഗുണങ്ങൾ കിട്ടും. തൊട്ടാവാടിയൊക്കെ നല്ല തീറ്റയാണ്. പണ്ടൊക്കെ ആടിനൊക്കെ സാധാരണ ചെത്തി കൊടുത്തിരുന്നത്. പക്ഷെ പശുക്കൾ ഈ വെറുതെ ഇത് കൊണ്ടിട്ട് കൊടുത്താൽ തിന്നാൻ സാധ്യതയില്ല. പക്ഷെ ഇങ്ങനെ അരിഞ്ഞു കൊടുക്കുമ്പോൾ നന്നായിട്ട് തിന്നും. അതിനിടയ്ക്ക് ശ്രദ്ധിക്കേണ്ടത് ഇത് ഒരു വിഷമാണ്.
ആനത്തൊട്ടാവാടി അല്ലെങ്കിൽ വിഷത്തൊട്ടാവാടി എന്നൊക്കെ പറയുന്ന സാധനമാണ്. ഇപ്പൊ ഇതിന്റെ ഇല അങ്ങ് തൊട്ടാവാടിയുടെ ആ നേച്ചർ തന്നെ ഇതിനും. നമ്മുടെ കൈ അല്ല ദേഹം മുട്ടിക്കഴിയുമ്പോഴത്തേനും അതങ്ങ് വാടിപ്പോവും. ഇത് 2-3 ടൈപ്പ് ഉണ്ട്. ഇത് മുള്ളില്ലാത്ത ടൈപ്പാണ്. ഇത് കൂടാതെ മുള്ളുള്ള ഒരു ഇനമുണ്ട്. ഇതെല്ലാം അപകടകരമാണ്. ഇത് പശുവിന് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് മരണം വരെ സംഭവിക്കാവുന്ന ഒരു അപകടമുള്ള ചെടിയാണിത്. അത്രയും വിഷമുള്ളതാണ് എന്ന് പറഞ്ഞാൽ ഒരെണ്ണം ഒരിലയിൽ തന്നെയല്ല, ഒത്തിരി ഒരുപാട്. ഇതിന്റെ ഒരു പ്രത്യേകത, ഇത് ഒരു ജനുവരി മാസമൊക്കെ ആകുമ്പോഴത്തേന് ഇത് കണ്ടമാനം പടർന്നിട്ട് അങ്ങ് പൂക്കും. പൂത്ത് കഴിയുമ്പോൾ നല്ല പൂവാണ്. അത് പൂത്ത് മുഴുവൻ അരി വീണ് കഴിഞ്ഞാൽ അടുത്ത സ്ഥലത്ത് അടുത്ത സീസണിൽ ഒരുപാടുണ്ടാവും. ഇതുകൊണ്ട് ഇപ്പോൾ ഈ ചെത്തിയിട്ടേക്കതിൻ്റെ ഇടയ്ക്കൊക്കെ ഉണ്ട്. ഇത് നമ്മളിത് കാണുമ്പോൾ പറിച്ച് കളയും. അതാണ് ഈ ഇങ്ങനത്തെ പ്രായത്തിലെ പറിച്ച് കളഞ്ഞാൽ പൂർണ്ണമായിട്ട് നശിച്ചു പോകും. വാടാത്ത ഒരില കാണിച്ചു തരാം. ദേ ഈ പോതയുടെ അടിയിൽ നിൽക്കുന്നതാണ് സാധനം. ഇത് സാധാരണ തൊട്ടാവാടി, ഇത് വിഷത്തൊട്ടാവാടി. ഇത് സാധാരണ തൊട്ടാവാടി, ഇത് വിഷത്തൊട്ടാവാടി. അപ്പൊ വാഴയുടെ കാട് പറിച്ചു വന്നപ്പം കിട്ടിയൊരു സാധനമാണ് ഇത്. ഇവിടെ പറയുന്നത് ഞൊട്ടാഞ്ഞൊടി എന്നാണ്. ഇംഗ്ലീഷിൽ ഗോൾഡൻ ബെറീസ് എന്നൊക്കെ പറയും. ഇതിന് നല്ല വിലയുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. ഏതായാലും ചെറുപ്പത്തിൽ ഇഷ്ടം പോലെ കഴിച്ചിട്ടുള്ള ഒരു നല്ല നൊസ്റ്റാൾജിയ വരുന്ന ഒരു പഴമായത്. ഈ സാധനം ഇപ്പൊ കണ്ടപ്പം ഇതിനെ കളയാതെ ഞാൻ ഇച്ചിരി മണ്ണൊക്കെ കൂട്ടി ഇവിടെ നിർത്തിയിരിക്കുകയാണ്. ഞൊട്ടാഞ്ഞൊടിയന്റെ പഴം. ഇത് പഴുത്തിട്ടില്ല, ഒരു ആഴ്ചക്കകത്ത് ഇതെല്ലാം പഴുക്കും. അതുപോലെ തന്നെ ഈ കാണുന്നത് ഒരുതരം പായൽ പോലത്തെ ഒരു ചെടിയാണ്. ഇത് നല്ല മഴക്കാലത്ത് പാറകളും അതുപോലെയുള്ള സ്ഥലങ്ങൾ കയ്യാലയിലൊക്കെ വളരുന്നതാണ്. ഇത് എത്ര മനോഹരമായിട്ടാണ് അത് നിൽക്കുന്നതെന്ന് ആലോചിച്ച്. ഇടുക്കിയിലേക്കൊക്കെ ഉള്ള യാത്രയിൽ നമുക്ക് വഴിയരികിലെല്ലാം ഒരുപാട് ഏരിയാസിൽ ഇത് ഒത്തിരി നിൽക്കുന്നത് കാണാനായിട്ട് പറ്റും. നല്ല രസമാണ്.